प्यारे बच्चों नमस्ते। आज हम पढ़ेंगे हमारा नया पाठ का नाम है क्यों आसमान हमसे दूर है। टेक योर टेक्स्ट बुक പേജ് നമ്പർ 85. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേരെന്താ? ക്യോ ആസ്മാൻ ഹംസെ ദൂർ ഹൈ. നോക്കാം. रामन ने अपने लंच बॉक्स में रखे भोज्य पदार्थ को देखा. അപ്പോൾ ഒരു കുട്ടി അല്ലേ, അവൻ തൻ്റെ ലഞ്ച് ബോക്സിൽ വെച്ചിട്ടുള്ള ഫുഡ്, ഭോജ്യ പദാർത്ഥ ഫുഡ് അതൊന്ന് നോക്കി. उसने मुँह बनाया और अपने मित्र भीम को देखकर बोला. അപ്പോൾ അവൻ മുഖമൊന്ന് ചുളിച്ചിട്ട് തൻ്റെ ഫ്രണ്ട് ഭീം को देखकर बोला. അവൻ്റെ ഫ്രണ്ടാണ് ഭീം. അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹർ റോസ് की तरह दोबारा वही इडली और चटनी. ഓ, ഇന്നും ഡെയിലി ചെയ്യുന്ന അതേപോലെ തന്നെ ഇന്നും എന്താണ്, ഇഡ്ഡലിയും ചട്നിയുമാണ് വെച്ചിട്ടുള്ളത് ലഞ്ച് ബോക്സിനകത്ത്. അപ്പോൾ അവർ ഫ്രണ്ട്സാണ്, രാമനും ഭീമനും. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിൽ എന്താ ഉള്ളത്? ഇഡ്ഡലിയും ചട്നിയും. भीम ने भी अपना लंच बॉक्स खोला और मुँह सिकोड़ते हुए बोला, तुम्हें इडली चटनी बुरी लगती है? देखो मेरा टिफ़िन, पिछले 3 दिन से मुझे केवल ब्रेड और जैम ही मिल रहा है. दोनों ने अपने टिफ़िन बॉक्स बंद कर एक और घिसक दिए. അപ്പോൾ 2 പേരും കൂടി എന്ത് ചെയ്തു? ഭീമനും രാമനും അല്ലേ, അവരുടെ ലഞ്ച് ബോക്സിൽ എന്താണ്, മുഖം തിരിച്ചിട്ട് പറഞ്ഞ ഇഡ്ഡലിയും ചട്നിയാണ് ഉള്ളത്. അപ്പോൾ ദേക്കോ മേരാ ടിഫിൻ പിച്ചിലെ 3 ദിവസമായിട്ട് ബ്രെഡും ജാമുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആർക്ക്? ഭീമിന്. ദോനോം നെ അപ്പനെ ടിഫിൻ ബോക്സ് ബന്ദ് കർ ഏക് ഓർ ഘിസ്ക് ദിയെ. 2 പേരും ടിഫിൻ ബോക്സൊക്കെ അടച്ചു വെച്ചു. ഡെയിലി കിട്ടുന്ന സംഭവം തന്നെയാണ് അവർക്ക് എന്നും. അവർക്കത് താല്പര്യമില്ല അല്ലേ, അവരെ സംസാരത്തൊന്നും. രാമൻ ബോല, ഇപ്പോൾ രാം പറഞ്ഞു, സ്കൂൾ की छुट्टी के बाद हम बर्गर प्लेस जाकर गाना गाएंगे. അപ്പോൾ ബർഗർ പ്ലേസിൽ പോയിട്ട് ഹോളിഡേയ്സിൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം ഒരു പ്ലാൻ ചെയ്തു. फिर वे दोनों अंग्रेज़ी टेक्स्ट की पढ़ाई में ध्यान देने लगे. അങ്ങനെ അതിന് ശേഷം അവരെന്ത് ചെയ്തു? ഇംഗ്ലീഷ് ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് വായിക്കാനായിട്ട് തുടങ്ങി. അഗ്ലി ക്ലാസ് അംഗ്രേസി കീത്തി. അപ്പോൾ അടുത്ത ക്ലാസ് ഏതാ? ഒരു സ്കൂളിലാണ് അല്ലേ, രാമൻ ഭീമും സ്കൂളിലാണ് ഇരിക്കുന്നത്. അവരുടെ അടുത്ത പീരീഡ് എന്താണ്? ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്തിട്ട് അവർ പഠിക്കാനായിട്ട് തുടങ്ങി. മിസ്റ്റർ ഫ്രാങ്ക് അക്സർ കഠിൻ ടെസ്റ്റ് ദേത്തെ. അപ്പോൾ അവരുടെ അധ്യാപകനാണ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു? എപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അവർക്ക് എപ്പോഴും എക്സാം കൊടുക്കുമായിരുന്നു. ഗണ്ടി ബജത്തെ ഹി ഉന്നോനെ അപ്പന ഖാന കൂടെദാൻ മേ ഡാൽ ദിയ. ബെല്ലടിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ഫുഡ് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ ആ ഫുഡ് കഴിച്ചില്ല. അവർ വേഗം അത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ടു. പാസ് ഹി ഗഡെ മിസ്റ്റർ ഫ്രാങ്ക് നെ പൂച്ച. അപ്പോൾ അടുത്ത് തന്നെ ആരുണ്ടായിരുന്നു? ഫ്രാങ്ക് അല്ലേ, അദ്ദേഹം ചോദിച്ചു, ക്യോ ബച്ചോ തും ലോഗോം നെ ഖാന നഹി ഗായ. എന്താണ്, നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ? ഉൻ ദോനോം നെ സിർ ഹിലായ ഓർ കക്ഷ കി ഓർ തേസി സെ ബഡ. അവർ വേഗം തല താഴ്ത്തിക്കൊണ്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. ഒരു ആൻസർ ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തോട്. പരീക്ഷ ഗതം ഹോ ഗയി. അപ്പോൾ അവരുടെ ആ ടെസ്റ്റ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. ഗണ്ടി ബജ്നെ മേ 10 മിനിറ്റ് ബാക്കി തേ. ബെല്ലടിക്കാനൊരു 10 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു അല്ലേ. മിസ്റ്റർ ഫ്രാങ്ക് കക്ഷ കെ ബാഹർ ആക്കർ ഗഡേ ഹോ ഗയെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ക്ലാസ്സിന് പുറത്ത് വന്നിങ്ങനെ വെയിറ്റ് ചെയ്തു. രാമൻ ഓർ ഭീം കെ ആനെ പർ ഉൻസെ ബോലെ. അപ്പോൾ രാമനും ഭീമനും വരുന്നത് കാത്ത് അദ്ദേഹം നിന്ന്. അവർ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഗലി ക്ലാസ് സെ പെഹലെ मैं तुम दोनों को अफ्रीका की एक लोक कथा सुनाना चाहता हूँ. അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് ആഫ്രിക്കയിലെ
ഒരു ലോകകഥ പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ലോകകഥ എന്താ? ഫോക്ക് ടെയിൽ, ഒരു പഴമക്കാർ പറയുന്ന ഒരു പഴയ കഥ, പഴങ്കഥ, അത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. തുമേ ഈ കഹാനി പസന്ത് ആയേഗി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോറി ഇഷ്ടപ്പെടും. ഇസ്കാ നാം ഹേ ക്യോം ആസ്മാൻ ഹംസെ ഇത്തനി ദൂർ ഹേ. ഇതിൻ്റെ പേരെന്താണ്? ക്യോം ആസ്മാൻ ഹംസെ ഇത്തനി ദൂർ ഹേ. എന്തുകൊണ്ടാണ് നമ്മുടെ ആസ്മാൻ, ആകാശം, നമ്മളിൽ നിന്നും ഇത്ര ദൂരെയായിട്ട് നിൽക്കുന്നത്? അതാണ് ഇതിൻ്റെ പേര്. സദിയോം പൂർവ്, അപ്പം അദ്ദേഹം സ്റ്റോറി പറയുകയാണ് കേട്ടോ. സദിയോം പൂർവ് ആസ്മാൻ ജമീൻ കെ അത്യന്ത കരീബ് താ. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ആസ്മാൻ നമ്മുടെ ഭൂമിക്ക് അടുത്ത് തന്നെയായിരുന്നു. നമ്മുടെ ഭൂമിയോട് അടുത്ത് തന്നെയായിരുന്നു. നമുക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന അത്രയും ഇതിലായിരുന്നു എന്ത്? നമ്മുടെ ആസ്മാൻ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ലോഗോं को अपने भोजन के लिए पेड़ पौधों की ज़रूरत नहीं पड़ती थी. ആളുകൾക്ക് തങ്ങളുടെ ഫുഡിൻ്റെ ആവശ്യത്തിന് അവർക്ക് ഈ വൃക്ഷങ്ങളും ചെടികളും അത് പച്ചക്കറികൾ അങ്ങനെ ഒന്നിൻ്റെയും ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതെന്താണ്? ജബ് ഉനെ ഭൂക്ക് ലഗ്തി തീ, അവർക്ക് എപ്പോഴാണോ വിശപ്പ് അനുഭവപ്പെടുന്നത്, തബ് വേ ആസ്മാൻ കാ ഏക് ടുക്കട തോടുക്കർ ഖാ ലേത്തെ തേ, അവർക്ക് വിശപ്പ് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആസ്മാൻ കാ ഏക് ടുക്കട, ആകാശത്തു നിന്ന് പോയിട്ടൊരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അവർ കഴിക്കും. അവരുടെ വിശപ്പ് അതോടെ മാറും. കബി കബി ആസ്മാൻ കാ സ്വാദ്, ചിലപ്പോഴൊക്കെ ആസ്മാൻ അല്ലേ, ഈ ആകാശത്തിൻ്റെ സ്വാദ് എങ്ങനെയായിരിക്കും? പക്കേ കേലാസ ലഗത്ത, അതായത് നല്ല പഴുത്ത പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അതിന് പറിച്ചു തന്നു. ചിലപ്പോഴോ ആർ കബി തലേ ഹോയ ആലൂസ, ചിലപ്പോൾ തോന്നും നല്ല ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ്, അതുപോലെയായിരിക്കും ആസ്മാൻ്റെ സ്വാദ്. ആസ്മാൻ ഹമേഷ സ്വാദിഷ്ട ലഗത്താത്ത, അതെപ്പോഴും വളരെ ടേസ്റ്റി തന്നെയായിരുന്നു. എപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ടായിരുന്നു എന്ത്? ആസ്മാൻ ഇരുന്നത്. ലോഗ് അച്ഛേ അച്ഛേ കപ്പടെ തയ്യാർ കർണേ മേ അപ്പന സമയ വ്യതിത് കർത്തേ തേ. ആളുകൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, വേറെ ജോലിക്കൊന്നും അവർക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കാനുള്ള അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സമയം അവർ ചിലവഴിച്ചുകൊണ്ടിരുന്നത്. വേ സുന്ദർ സുന്ദർ ചിത്ര ബനാത്തെ, നല്ല സ്റ്റൈലിഷ് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെയോ രാത്രിക്കോ ഗാനാ ഗാത്തത്തെ, രാത്രി അവർ പാട്ട് പാടുമായിരുന്നു. ഒരു സമയಕ್ಕೆ പ്രസിദ്ധ രാജ, ആ സമയത്ത് വളരെ പ്രശസ്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? രാജ ഓബ ക മഹൽ അത്ഭുതത്ത. അവിടെ അത്ഭുതം എന്താണ്? വണ്ടർഫുൾ അല്ലേ, വളരെ അത്ഭുതം തന്നെയായിരുന്നു അവിടുത്തെ രാജാവായ ഓബ രാജാവിൻ്റെ കൊട്ടാരം. ഉസ്കെ നൗക്കർ ആസ്മാൻ കെ ടുക്കടോം സെ ഖൂബ്സൂരത് ആകൃതിയാം ബനാത്തെ തേ. അദ്ദേഹത്തിൻ്റെ നൗക്കർ അല്ലേ, അവിടുത്തെ സെർവൻറ്റ്, അവരെന്ത് ചെയ്യുമായിരുന്നു? ആസ്മാൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് നല്ല ഷേപ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഭംഗിയുള്ള പലതരം ഷേപ്സുകളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അദ്ദേഹം. ഉസ് രാജ്യമേ കൈ ലോക ആസ്മാൻ ക ഉപയോഗ ടീക്ക് ഡങ്ക് സെ നെഹി കർത്തേ തേ. അപ്പോൾ ആ രാജ്യത്ത് വേറെ കുറേ ആളുകൾ ഈ ആകാശത്തിൻ്റെ ഉപയോഗങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നില്ല അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജബ് വേ ലോക ജറൂറത്ത് സെ ജ്യാദ ആസ്മാൻ കോ തോടനെ ലഗെ തോ ആസ്മാൻ നാരാസ് ഹോ ഗയാ. അങ്ങനെ ആവശ്യത്തിലധികമായിട്ട് ആളുകൾ അവർക്ക് വേണ്ടാതെ തന്നെ ആവശ്യത്തിലധികമായിട്ട് അതിങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി, കുറേ വേസ്റ്റ് ആക്കാനൊക്കെ തുടങ്ങി. അതിൽ ആസ്മാൻ എന്ത് ചെയ്തു? ആസ്മാന് ദേഷ്യം പിടിച്ചു. उनमें से कुछ लोगों ने तो आसमान को तोड़कर कूड़ेदान में भी फेंकना शुरू कर दिया. അങ്ങനെ അതിൽ ചില ആളുകൾ ഇത് വെറുതെ ആസ്മാൻ്റെ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? ആകാശത്തിൻ്റെ കഷ്ണം പൊട്ടിച്ച് അവർ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇടാൻ തുടങ്ങി. വേസ്റ്റ് ആക്കാനായിട്ട് അവർ തുടങ്ങി. കൂടേതാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡസ്റ്റ്ബിൻ. അപ്പോൾ അവരത് വേസ്റ്റ് ആക്കാനായിട്ട് തുടങ്ങി. एक दिन सुबह सुबह आसमान एकदम काला पड़ गया. ഒരു ദിവസം അതിരാവിലെ തന്നെ എന്ത് ചെയ്തു? ആകാശം നല്ല ബ്ലാക്ക് കളറായി.
ഇരുട്ട് മൂടി. കാലെ ബാദൽ ധർത്തി കെ ഊപ്പർ ഛാ ഗയേ. അങ്ങനെ എന്തായത് ഇരുണ്ട മേഘങ്ങൾ ഭൂമിയിൽ അങ്ങനെ ഇതായി, ഒരു ബ്ലാക്ക് കളർ നല്ല ഇരുട്ട് കാണിച്ചു. ആസ്മാനെ ലോകോം സെ കഹാ. അങ്ങനെ ആകാശം ആളുകളോടായിട്ട് പറഞ്ഞു, തും ലോഗ് മേരെ ദിയേ ഗയേ ഭോജൻ കോ നഷ്ട് കർ രഹേ ഹോ. നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കാനായിട്ട് തുടങ്ങുകയാണ്. ജിത്തന ഗാ സക്തേ ഹോ ഉസ്സെ ജ്യാദ മത് ലോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിലധികമായിട്ട് നിങ്ങൾ ഭക്ഷണം എടുക്കാതിരിക്കൂ. മേ അപ്പനെ ടുക്കടോ കോ കൂടെദാൻ മേ ദേഖ്ന നഹി ചാത്ത. ഞാൻ എൻ്റെ ഈ കഷ്ണങ്ങളൊക്കെ വേസ്റ്റിൽ കാണാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അഗർ തും ലോഗോനെ മേരി ബാത് നഹി മാനി തോ മേ അപ്പന ഉപഹാർ വാപ്പസ് ലേ ലൂങ്ക. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ഗിഫ്റ്റ് ഞാൻ തന്നെ തിരിച്ചെടുക്കും. നിങ്ങൾ ഒരിക്കലും എന്നെ നഷ്ടപ്പെടുത്താതെ വേസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. വളരെ ദേഷ്യപ്പെട്ട് തന്നെ ആര് പറഞ്ഞു? ആസ്മാൻ പറഞ്ഞു. രാജ ഓർ ദർബാരി ഡർ സെ കാമ്പനെ ലഗി. അപ്പോൾ രാജാവും അവിടെ കൊട്ടാരത്തിലുള്ള ആളുകളും ആ രാജ്യത്തുള്ള ആളുകളൊക്കെ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഓബാ രാജാനെ കഹാ ഹം സബ് അബ് സാവധാനി സെ ഭോജൻ കാ ഉപയോഗ കരേങ്കെ. അപ്പോൾ ഓബ രാജാവ് പറഞ്ഞു, ഞങ്ങൾ ഇനി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആകാശത്തെ ഉപയോഗിച്ചോളാം. കൈ ദിനം തക്ക് ലോക് ബഡേ സാവധാൻ രഹേ. ഒരുപാട് നാളുകളായിട്ട് ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മിസ് എടുത്തത് വരെ നിങ്ങൾ നല്ലതുപോലെ വായിച്ചു നോക്കുക കേട്ടോ. आज इतना ही है, अगले क्लास में मिलेंगे. धन्यवाद.